ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് റോഷ്നി രാവിലെ കണ്ണു തുറന്നത്. കൈയെത്തിച്ച് ടേബിളിലിരുന്ന ഫോൺ കയ്യിലെടുത്ത് അറ്റൻഡാക്കി ചെവിയിലേക്ക് വെച്ചു. അപ്പം തലേണിലേക്ക് മുഖം അമർത്തി കിടന്നു. ഫോൺ അറ്റൻഡായെന്ന് അറിഞ്ഞോട്ടെ കരുതി മാത്രം ഒന്ന് മൂളിക്കൊടുത്തു. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു എനിക്കെന്നറിയാമോ? ഹരിയുടെ ശബ്ദം കേട്ടും റോഷ്നി അടച്ച കണ്ണുകൾ തുറന്ന് തല അല്പം ഉയർത്തി ഫോൺ ചെവിയിൽ നിന്നും മകത്തി അതിലേക്ക് നോക്കി. ശേഷം വീണ്ടും അങ്ങനെ തന്നെ കിടന്നു. ഒരു കല്യാണം ഉറപ്പിച്ചാൽ എൻ്റെ പെണ്ണ് എന്നെ നേരത്തെ വിളിച്ച് എഴുന്നേൽപ്പിക്കും, മെസ്സേജ് അയക്കും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു, എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ. എന്തിനങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാൻ പോയത് ഹരിക്കുട്ട? ഒരിക്കലും ഒന്നിലും പ്രതീക്ഷ വെക്കരുത്, അത് നമ്മളെ സങ്കടപ്പെടുത്തും. അതുകൊണ്ട് ഒന്നിലും പ്രതീക്ഷ വെക്കരുത്, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷ വെക്കരുത്. അത് നല്ലതിനല്ല. റോഷ്നി കിടന്ന കിടപ്പിൽ നിന്ന് മലർന്ന് കിടന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. അപ്പുറത്തുനിന്ന് ചിരിക്കുന്ന ശബ്ദം അവൾ കേട്ടു. ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ശബ്ദമുണ്ടാക്കി ചിരിക്കുന്നേക്കാൾ ഭംഗി പതിഞ്ഞ് ചിരിക്കുന്നതാണ്. എഴുന്നേൽക്കാറായില്ലേ? കോളേജിൽ പോകണ്ടേ? സമയമാവുന്നതേ ഉള്ളൂ, പോണം. ഞാൻ ചുമ്മാ വിളിച്ചതാ, നിന്റെ മെസ്സേജ് ഒന്നും കണ്ടില്ലെന്ന്. കണ്ടപ്പോ എഴുന്നേറ്റ് കാണുന്നത് തോന്നിയപ്പോൾ വിളിച്ചതാ. ശരിയെന്നാ ഞാനും റെഡിയാവാൻ നോക്കട്ടെ. ഓക്കെ, ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്ക്, ഞാൻ വിളിക്കാം. ശരി. അതും പറഞ്ഞിട്ട് ആ ഫോൺ കോൾ കട്ടായപ്പോൾ റോഷ്നി കണ്ണു കടച്ച് 1-2 നിമിഷം കിടന്നു. പിന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. എല്ലാം കഴിഞ്ഞ് കോളേജിൽ പോകാൻ റെഡി ആയിട്ടാണ് റൂമിൽ നിന്നും ഇറങ്ങിയത്. ബാഗ് കയ്യിലെടുത്ത് റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ തന്നെ അപ്പച്ചി റൂമിന്റെ മുന്നിലുണ്ട്. ഗുഡ് മോർണിംഗ് അപ്പച്ചി. റോഷ്നിയെ കണ്ടതും താഴേക്ക് പോവാനായി സ്റ്റെപ്പ് ഇറങ്ങുന്ന അപ്പച്ചി അവളെ തിരിഞ്ഞു നോക്കി. ശേഷം ഒന്നും മിണ്ടാതെ സ്റ്റെപ്പ് ഇറങ്ങി. റോഷ്നി ഒരു ചിരിയോടെ അവരുടെ ഒപ്പം നടന്നു. ഹരിയുടെ വീട്ടുകാർ വന്നാൽ ഒരക്ഷരം മിണ്ടതെന്ന് പറഞ്ഞതിന് അപ്പച്ചി എന്നോട് പിണങ്ങിയോ? ഒരു ചിരിയോടെയാണ് അവളുടെ ചോദ്യം. അപ്പച്ചി റോഷ്നി ഒന്ന് തിരിഞ്ഞു നോക്കി പേടിപ്പിക്കാൻ നോക്കി, പക്ഷെ പേടിച്ചില്ല. അതിന് ഒരു പിണക്കത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അപ്പച്ചി? എന്റെ കാര്യത്തിൽ ഇടപെടണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ, അതിനെന്തിനാ ഇത്ര ദേഷ്യം? ചിരിയോടെ തന്നെയാണ് അവളുടെ ചോദ്യം. ഒരു ആക്കിയ ചിരിയും ആക്കിയുള്ള നോട്ടവും ഒക്കെയാണ്. നിന്റെ അച്ഛനോ ഏട്ടന്മാരോ ഇതറിഞ്ഞാലുണ്ടല്ലോ. നടത്തം നിർത്തി അവർ റോഷ്നിയുടെ നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. അറിഞ്ഞാലെന്താ? ഒന്നും സംഭവിക്കില്ല. എന്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. ഒരഭിപ്രായം നിങ്ങൾ പറയണമെന്ന് ഞാൻ പറഞ്ഞത് ഇത്ര വലിയ കുറ്റമാണോ? നിങ്ങളുടെ അഭിപ്രായം തീരുമാനവും നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ കാണിച്ചാൽ മതി, ഇങ്ങോട്ട് എടുക്കണ്ട. അത്രയല്ലേ ഞാൻ പറഞ്ഞോളൂ. അച്ഛനും എന്റെ ഏട്ടന്മാർക്കും നിങ്ങളോട് ഇത്തിരി സ്നേഹവും സഹതാപവും ഒക്കെ ഉണ്ടാകും. എന്നാ എനിക്കതില്ല. ഭർത്താവ് മരിച്ച പെങ്ങൾ എന്നൊരു പരിഗണന അച്ഛൻ നിങ്ങൾക്ക് തരും. എന്റെ ഏട്ടന്മാർക്കും ആ ഒരു പരിഗണന ഉണ്ടാകും. ചെറുപ്പത്തിൽ നിങ്ങൾ നോക്കി വളർത്തിയ കഥകളും സെന്റിമെന്റ്സും ഒക്കെ അവിടെ ഉള്ളിൽ കാണും. എന്നാൽ ആ വക സാധനമൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എനിക്ക് തോന്നിയതൊക്കെ പറയും. റോഷ്നി അവിടെ മൂത്തിന് നേരെ അവളുടെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പച്ചി അവളെ തുറച്ചു നോക്കിക്കൊണ്ട് സ്റ്റേപ്പ് ഇറങ്ങിപ്പോയി. റോഷ്നി ഒരു മോളിപ്പാട്ടോടെ സ്റ്റേപ്പ് ഇറങ്ങി നേരെ അടുക്കളയിലേക്ക് നടന്നു. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ? അടുക്കളയിലേക്ക് കയറി ചെന്ന റോഷ്നി ചോദിച്ചത് അതാണ്. സുഭദ്ര റോഷ്നി ഒന്ന് കണ്ണൊട്ടി നോക്കി. കുളിച്ചു മാറ്റി കോളേജിൽ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി വന്നിരിക്കുവാണ് അവൾ. ഈ കോളത്തിൽ നിന്നെ ഞാൻ എങ്ങനെ കെട്ടിച്ചിടും കുഞ്ഞി? ആ ചെറുക്കിന് ഒരു ഗ്ലാസ് വെള്ളം നീ എടുത്തു കൊടുക്കോ? അതിനാ ഞാൻ കൊടുക്കുന്നത്? ഹരിക്ക് എടുത്ത് കുടിക്കാമല്ലോ, ഹരിക്ക് കൈ ഉണ്ടല്ലോ. അതും പറഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്ന് ഒരു കുപ്പി കയ്യിലെടുത്തു. റോഷ്നിയുടെ വാക്കുകൾ കേട്ട സുഭദ്ര നോക്കിയത് ലച്ചുവിന്റെ മുഖത്തേക്കാണ്. കിച്ചുവിന് വേണ്ട കോഫി എടുക്കുന്ന ലച്ചുവിന്റെ ചുണ്ടിൽ മനോഹരമായ ഒരു ചിരിയുണ്ട്. ആ ചിരിയോടെ തന്നെ അവൾ കോഫി കപ്പ് പിടിച്ച് തിരിഞ്ഞു നടന്നു. നിങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനും ഉണ്ട് പറയുന്നതിനൊപ്പം ലച്ചുവിന്റെ പരന്നു കിടക്കുന്ന മുടിയിടുകൾ കഴുത്തിലേക്കിട്ട് മറച്ചു കൊടുത്തു. ലച്ചു മുഖം ചിരിച്ചുകൊണ്ട് കഴുത്തിലേക്കും റോഷ്നിയുടെ മുഖത്തേക്ക് നോക്കി. ഇതൊക്കെ സൂക്ഷിക്കണ്ടേ? ഒരു കള്ളച്ചിരിയുടെ റോഷ്നി പറയുമ്പോൾ ലച്ചുവിന്റെ മുഖം ചുവന്ന് തൊടുത്തുപോയി. ആ മുഖത്തെ തന്നെ അവൾ ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു. റോഷ്നി കയ്യിലുള്ള കുപ്പി ഫ്രിഡ്ജിലേക്ക് വെച്ച് ഡോർ അടച്ചു. ലച്ചു നിൽക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള സംസാരങ്ങൾ നിനക്ക് ഒഴിവാക്കിക്കൂടെ കുഞ്ഞേ? ലച്ചുവിന്റെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് അവർക്കൊട്ടും പിടിച്ചില്ല. എന്തൊക്കെ പറഞ്ഞാലും ഹരിയുടെ പെങ്ങളല്ലേ, ഏട്ടന്റെ ഭാര്യയെക്കുറിച്ച് അവൾക്ക് എന്തെല്ലാം പ്രതീക്ഷകളുണ്ടാവും. ഓ എന്റെ പൊന്നമ്മേ, എന്റെ നാത്തൂന് എന്നെക്കാൾ നന്നായി എന്നെ അറിയാം. അതുകൊണ്ട് ആ ഒരു പേടി അമ്മയ്ക്ക് വേണ്ട. ആ ഏട്ടന്റെ മനീതി വേറെ ലെവലാണ്. അമ്മ ചിന്തിക്കുന്ന പഴഞ്ചൻ ചിന്തകളൊന്നും ആവില്ല അവർ ചിന്തിക്കുന്നത്. റോഷ്നി പറയുമ്പോൾ സുഭദ്ര പിന്നെ ഒരു വഴക്കിനൊന്നും നിൽക്കാതെ അവൾക്ക് കഴിക്കാനുള്ളത് എടുത്തു കൊടുത്തു. റോഷ്നി അടുക്കളയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതൊക്കെ കഴിച്ചു. കല്യാണം ഉറപ്പിച്ചില്ലേ, ഇനി നേരത്തെ എഴുന്നേൽക്കാൻ പഠിക്കണം. എന്തെങ്കിലും ചെറുതായിട്ട് വല്ല ജോലിയും ചെയ്ത് നോക്കണം. അടുക്കളയിൽ അത്യാവശ്യം വേണ്ട വല്ലതും ഉണ്ടാക്കാൻ പഠിക്കണം. കഴിച്ച പാത്രം കഴുകി വെക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ ചില അത്യാവശ്യ കാര്യങ്ങൾ പഠിക്കണം. സുഭദ്ര അവളെ അടുത്ത ചെയർ വലിച്ചിട്ട ശേഷം ഇരുന്നുകൊണ്ട് പറഞ്ഞു. റോഷ്നി അതിനൊന്നും മിണ്ടാതെ എല്ലാം കേട്ടും മിണ്ടാതെ അനുസരണയോടെ തലയാട്ടിയിരുന്നു. അവൻ അവിടെ ഒറ്റയ്ക്കല്ലേ, നീ അല്ലാതെ ആരാ അവനിതെല്ലാം ചെയ്തു കൊടുക്കാം?
നിന്റെ കൈ കൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കി കഴിക്കണമെന്ന് അവൻ ആഗ്രഹം കാണില്ലേ? സുഭദ്ര ചോദിക്കുമ്പോൾ റോഷ്നി തല കുലുക്കി. അതുകൊണ്ട് എല്ലാം കുറച്ച് കുറച്ച് പഠിക്കണം, ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഹരി നിന്നെക്കുറിച്ച് എന്ത് കരുതും? ഒന്നും കരുതില്ല. അമ്മയ്ക്ക് എൻ്റെ ഹരിയെക്കുറിച്ച് വലിയ പിടിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അവനൊരു പ്രശ്നമുണ്ടാവില്ല. പക്ഷേ എൻ്റെ സന്തോഷത്തിന് ഞാൻ എല്ലാം പഠിക്കും, പോരെ? ചിരിയോടെ റോഷ്നി കഴിച്ച പാത്രം കയ്യിൽ എടുത്ത് പറയുമ്പോൾ സുഭദ്ര അവളെ നോക്കി. റോഷ്നി പാത്രം കഴുകി വെച്ച ശേഷം സുഭദ്ര കവിളൊന്നും മുത്തി പുറത്തേക്ക് നടന്നു. ഇനി കല്യാണം കഴിയുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് ഈ ഉപദേശങ്ങൾ കേൾക്കണം. ഹലോ ശ്രീഹരി. റോഷ്നിയുടെ ശബ്ദം കേട്ടും ലാപ്പിൽ നിന്ന് കണ്ണുകൾ ഉയർത്തി ഒരു ഞെട്ടലോടെ ഹരി ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കി. അവിടെ വിളക്കിനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന റോഷ്നിയെ കണ്ടതും അവനൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് ചേലയ്ക്ക് ചാരിയിരുന്നു. സർപ്രൈസ് ആയില്ലേ? ഒരു ചീരയുടെ കയ്യിലുള്ള ബാഗ് ഒതുക്കി പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു വരുന്നതിനിടയിൽ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഹരി അതിലൊന്നും മോളൊക്കെ അല്ലാതെ ഒന്നും പറഞ്ഞില്ല. റോഷ്നി അവന്റെ മുന്നിലുള്ള ചേറിൽ ഇരുന്നുകൊണ്ട് ചുറ്റും നോക്കി. ക്ലാസ്സിലെ ഇത്തിരി ഗൗരവത്തിലാണ് അവന്റെ ചോദ്യം. റോഷ്നിക്ക് അത് മനസ്സിലായി. അവളൊന്ന് തലകുലുക്ക മാത്രം ചെയ്തു. എപ്പോഴാണ് ക്ലാസ് തുടങ്ങുന്നത്? അവൻ കയ്യിലെ വാച്ചിലേക്ക് നോക്കി. 9 കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ തുടങ്ങിക്കാണും. അത് സാരമില്ല, ഞാൻ ആക്കിത്തരാം. ഇപ്പൊ പോയാൽ രണ്ടാമത്തെ പീരീഡ് എങ്കിലും കിട്ടും. അതും പറഞ്ഞുകൊണ്ട് ഹരി ചെറിയിൽ നിന്നും എഴുന്നേറ്റും. റോഷ്നി ചെറിയിൽ നിന്നും എഴുന്നേൽക്കാതെ അതിൽ തന്നെ ഇരുന്നു. എഴുന്നേൽക്കടി. ടേബിളിലിരുന്ന ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് ഇത്തിരി ദേഷ്യത്തിൽ ഹരി പറഞ്ഞു. ഈ വരവ് വലതും പ്രോത്സാഹിപ്പിക്കാൻ നിന്നാൽ അവൾ ഇത് തന്നെ കാണുമെന്ന് അവനറിയാം. ഒരു പെണ്ണ് കാണൽ കഴിഞ്ഞതിന്റെ ധൈര്യമാണ് ഈ കാണിക്കുന്നത്. ഇനി നിശ്ചയമൊക്കെ കഴിഞ്ഞാൽ എന്താകും സ്ഥിതി? ഈടി പൊടി വിളിച്ചാലുണ്ടല്ലോ. റോഷ്നി ചെറിയിൽ നിന്നും എഴുന്നേറ്റ് ദേഷ്യത്തിൽ കണ്ണൊട്ടിക്കൊണ്ട് ചോദിച്ചു. ദേഷ്യവും സങ്കടവും കൊണ്ട് അവളുടെ മുഖം ചുവന്ന് തുടുത്തു പോയിരുന്നു. നീ എന്ത് ചെയ്യും? അവളെ ചുവന്ന് കയറുന്ന മുഖത്തേക്ക് നോക്കി ഹരി ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ പലതും ചെയ്യും. എന്നാ ഒന്ന് ചെയ്തു നോക്ക്, അത് കഴിഞ്ഞിട്ട് പോവാം. ഹരി അവളുടെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് പറയുമ്പോൾ റോഷ്നി കത്തുന്ന കണ്ണോടെ അവനെ നോക്കി. വന്ന നിമിഷം, അവനെ കണ്ട നിമിഷം ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ കവളിൽ അമർത്തി ഒരു ഉമ്മ കൊടുക്കാനാണ് തോന്നിയത്. എന്നാൽ ഈ നിമിഷം അതെല്ലാം മാറി മറിഞ്ഞു. അവന്റെ കവളിൽ അമർത്തി ഒരു കടി കൊടുത്ത് മുറിവാക്കാനാണ് അവൾക്ക് തോന്നിയത്. എന്താടി നോക്കുന്നത്? എടി പോടി വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഹരി വീണ്ടും വിളിച്ചു. റോഷ്നി അവനിരുന്ന് മുഖം തിരിച്ചു. ഇനിയും ആ മുഖത്തേക്ക് നോക്കിയാൽ അവളുടെ പല്ലിന്റെ അടയാളം അവന്റെ കവളിൽ കിടക്കും. എഴുന്നേൽക്ക്, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. കയ്യിലെ വാച്ചിലേക്ക് നോക്കി ഹരി പറഞ്ഞു. റോഷ്നി അതിനെന്ന പോലെ അവനെ നോക്കി. എന്നെ ആരും ആക്കി തരണ്ട. ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ അറിയുമെങ്കിൽ ഒറ്റയ്ക്ക് പോവാനും എനിക്കറിയാം. അതിന് ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല. റോഷ്നി പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. എന്തൊക്കെ കരുതി വന്നതാണ്, എന്നിട്ടോ എല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയില്ലേ? ആ സങ്കടമാണ് അവൾക്ക്. നിന്നോടാരാ എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞത്? എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് ഞാൻ തന്നെ ആക്കിത്തരും, വാ. അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു വരച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം ഇൻഷർട്ട് ചെയ്ത ഷർട്ട് അഴിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. റോഷ്നി വിടാൻ പറഞ്ഞുകൊണ്ട് അവളുടെ കൈ കുടഞ്ഞു. മിണ്ടാതെ നടന്നു. പുറത്ത് മീറ്റിങ്ങിന് വന്ന ഒത്തിരി പേരുണ്ടാവും. ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കലേ. ഹരി നടത്തി കടുപ്പത്തിൽ പറഞ്ഞതും റോഷ്നി ഒന്നും മിണ്ടാതെ ഒതുങ്ങി നിന്നു. ഹരി അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് മുന്നോട്ട് നടന്നതും റോഷ്നിയും പിന്നാലെ നടന്നു. സാർ, മീറ്റിംഗ് തുടങ്ങാറായി. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്നു. ഹരി പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അപ്പം ഹരി പിടിച്ച റോഷ്നിയുടെ കയ്യിലേക്കും അവളുടെ മുഖത്തേക്ക് നോക്കി. നേരത്തെ ഒന്നും പറയാതെ അങ്ങോട്ട് ചാടിക്കയറി ഡോർ തുറന്നു പോയതാണ്. ഹരിസാന്റെ അളിയന്റെ പെങ്ങളാണെന്ന് ആരോ പറഞ്ഞത് കൊണ്ട് മാത്രം തടുത്തില്ല. തുടങ്ങിക്കോളും, ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ ഞാൻ വരാം. അതും പറഞ്ഞിട്ട് റോഷ്നിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. എന്തോന്ന് സാറാണോ ഇത്? മുന്നോട്ട് നടക്കുമ്പോൾ പിന്നിൽ നിൽക്കുന്ന ഹരിയുടെ പീനെ നോക്കിക്കൊണ്ട് റോഷ്നി ചോദിച്ചു. ഹരി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനെ നേരെ നിർത്തി തോളിയുടെ കൈയിട്ട് മുന്നോട്ട് നടന്നു. അവരെ നോക്കിയിരുന്ന പീയുടെ ഉള്ളിൽ ഒരു ചിരി വിരിഞ്ഞു. അവർ തമ്മിൽ എന്ത് ബന്ധമാണെന്ന് മനസ്സിലാവുന്ന തരത്തിൽ ഒരു പിടുത്തവും നടത്തവുമായിരുന്നു അവരിൽ. ഇറങ്ങ്. കോളേജിന്റെ മുന്നിലെത്തിയതും ഹരി പറഞ്ഞു. റോഷ്നി കലിപ്പിൽ ഹരി ഒന്ന് നോക്കി. ഇനി എന്നെ കാണില്ല. നിന്നെ കാണാനേ ഇനി ഞാൻ നിന്റെ അടുത്തേക്കും വരില്ല. വരണ്ട, വരരുത്. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ നേരെ നോക്കി. പല്ല് കടിച്ച് പൊട്ടിക്കുന്നുണ്ട് റോഷ്നി. അവൻ്റെ മുഖം തിരിച്ച് ഡോർ തുറന്നു. പിന്നെ പെട്ടെന്ന് അവൻ്റെ നേരെ തിരിഞ്ഞ് അവൻ്റെ കയ്യിലൊരു അടി കൊടുത്തു. പിന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. പോടാ ദുഷ്ട, കണ്ണിൽ ചോരയില്ലാത്തവനെ. അതും പറഞ്ഞിട്ട് ഇത്തിരി ശക്തിയിൽ അവളെ ഡോർ അടച്ചുകൊണ്ട് കോളേജിനകത്തേക്ക് നടന്നു. ഹരി അവൾ പോകുന്ന നോക്കി ചിരിച്ച ശേഷം കാർ തിരിച്ചു. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് റയാൻസിന്റെ നമ്പറിലേക്ക് വിളിച്ചു. കോളേജിലാക്കിയില്ലേ? എടുത്ത പാട്ടുകൾ അവന്റെ ചോദ്യം കേട്ടപ്പോൾ ഹരിയുടെ ചുണ്ടിലെ ചിരിക്ക് മാറ്റിക്കൂടി. പിന്നെ ആക്കാതെ, ഇത് സമ്മതിച്ചു കൊടുത്താൽ നിന്റെ പെങ്ങൾ ഇത് തന്നെ കാണും. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇതുപോലെ ഒന്നിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.
ഓ, എൻ്റെ ഒപ്പം ഉള്ളതിനെ പിന്നെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടല്ലോ. അവൻ്റെ മടിയിലിരിക്കുന്ന ലച്ചുവിനെ ഒന്ന് ഉമ്മ വെച്ചുകൊണ്ട് റയാൻഷ് പറഞ്ഞു. ഇന്ന് ഹരിക്ക് മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ലച്ചു റയാൻഷിൻ്റെ കൂടെ അവൻ്റെ ഓഫീസിലേക്കാണ് വന്നത്. നിന്നോട് പറഞ്ഞിട്ടാണോ അവൾ വന്നത്? ഓ, പറഞ്ഞിട്ട് വരാൻ അവളൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമല്ലോ. ഇന്നത്തെ ഒരുങ്ങും ധൃതിയും കോളേജിന്റെ മുന്നിൽ ഇറങ്ങുമ്പോൾ എന്നെ നോക്കിയ നോട്ടത്തിലൊരു കള്ളത്തരം എനിക്ക് തോന്നി. ആ കള്ളത്തരം നീ പൊളിച്ച് കയ്യിൽ കൊടുക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് മുൻകൂട്ടി പറയാതിരുന്നത്. റയാൻ ചിരിയോടെ പറയുമ്പോൾ ആ ചിരി ഹരിയിലേക്കും പടർന്നു. വൈകിട്ട് കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ആക്കിത്തരാം, അല്ലെങ്കിൽ ഈ ദേഷ്യത്തിൽ എന്നെ വേണ്ടെന്ന് വരെ പെണ്ണു പറയും. ഹരി പറയുന്ന കേട്ട് റയാൻഷും ലച്ചും ഒരുപോലെ ചിരിച്ചു. ഫോൺ കട്ടാക്കിയ ശേഷം റയാൻഷ് മടിയിലിരിക്കുന്ന ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി. അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ജോലിയൊന്നുമില്ലേ? അവന്റെ വെട്ടി ഒതുക്കിയ താടിയിൽ വലത്തെ കൈ കൊണ്ട് പതിയെ തലോടിക്കൊണ്ട് ലച്ചു ചോദിച്ചു. ജോലിയൊക്കെ ഉണ്ട്, കുറച്ച് കഴിയട്ടെ. അതും പറഞ്ഞിട്ട് റയാൻഷ് ലച്ചുവിനെ ചുണ്ടിൽ പതിയൊന്നും മുത്തി. ആരെങ്കിലും വരും? ആരും വരില്ല. ഇതെന്റെ ക്യാബിൻ, എൻ്റെ ഭാര്യ ഉണ്ടെന്ന് ഈ ഓഫീസ് മൊത്തം അറിയാം. അതുകൊണ്ട് ആരും ചോദിക്കാതെയും പറയാതെയും കയറി വരില്ല. റയാൻഷ് പറയുമ്പോൾ ലച്ചു ചിരിയുടെ അവനെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. അവളെ നെഞ്ചിലേക്ക് ഒതുക്കി പിടിച്ചുകൊണ്ട് റയാൻഷ് അവന്റെ മുന്നിലെ ലാപ്പിലേക്ക് ശ്രദ്ധ കൊടുത്തു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ റോഷ്നി ചുറ്റും നോക്കി. 4:15 ഒരു ഷോ ഉണ്ട്, അതിന് ബുക്ക് ചെയ്താലോ? മുന്നോട്ട് നടക്കുമ്പോൾ കുടത്തിൽ ഒരുത്തി റോഷ്നിയെ തട്ടിക്കൊണ്ട് ചോദിച്ചു. ചുറ്റും നോക്കി നടന്നിരുന്നവൾ അവൾ നോക്കി തലയാട്ടി. ഇന്ന് ഞാനില്ല, ഇത്തിരി തിരക്കിലാണ്, വേഗം വീട്ടിൽ പോണം. അത് പറയുമ്പോൾ റോഷ്നിയുടെ നോട്ടം പോയത് കോളേജ് ഗേറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഹരിയുടെ കാറിലേക്കാണ്. റോഷ്നി നടന്നു വരുന്നത് കണ്ടതും അവൻ കാറിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നിന്നു. അമ്മോ, ഏതാണ് ഈ ചുള്ളൻ? കൂട്ടത്തിൽ ഒരുത്തി ഹരിയെ നോക്കി ചോദിച്ചതും എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ട് നീണ്ടു. കാറിൽ ചാരി കൂളിംഗ് ഗ്ലാസ് വെച്ച് നെഞ്ചത്ത് കൈകെട്ടി റോഷ്നി നോക്കി നിൽക്കുകയാണ്. അതാണ് ഹരി. റോഷ്നി അതും പറഞ്ഞിട്ട് അവരെല്ലാം ഇത്തിരി വേഗത്തിൽ അവന്റെ അടുത്തേക്ക് നടന്നു. റോഷ്നി പറഞ്ഞിട്ട് ഹരിയെ അവർക്കൊക്കെ അറിയാം. എന്നാലും അവരെല്ലാവരും അവനെ നോക്കി നിന്നു. റോഷ്നിയുടെ പിന്നിൽ നിന്ന് അവനെ നോക്കുന്ന പെൺകുട്ടികളെ കണ്ടപ്പോൾ അവൻ കൈ ഉയർത്തി കാണിച്ചു. അവർ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ തിരിച്ചും കാണിച്ചു. ഹരി അവരെ അവന്റെ അടുത്തേക്ക് വിളിച്ചു. എന്തിനാ വന്നത്? ഞാൻ വരില്ല. റോഷ്നി റോഡ് മുറിച്ച് കടന്ന് അവന്റെ മുന്നിൽ വന്നെന്ന് പറഞ്ഞതും ഹരി വലത്തെ കൈ ഉയർത്തി കൂളിംഗ് ഗ്ലാസ് മാറ്റി ഷട്ടിൽ തൂക്കി. ഞാൻ വീണ്ടും എന്തോ പറയാൻ വന്നതും റോഷ്നി അവനെ നെഞ്ചിലായി മുട്ടി നിന്ന്. അവളെ ഫ്രണ്ട്സ് ഓടി വന്നപ്പോൾ അവൾ തട്ടിയതാണ്. ഹായ് ഹരിയേട്ടാ, ഞങ്ങൾ റോഷ്നിയുടെ ഫ്രണ്ട്സാണ്. കൂട്ടത്തിൽ ഒരാൾ പറയുമ്പോൾ ഹരി ചിരിച്ചുകൊണ്ട് തല കുലുക്കി. അപ്പം നെഞ്ചിൽ തട്ടി നിൽക്കുന്നവളെ ഷോൾഡറിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് നിർത്തി ചേർത്ത് പിടിച്ചു. പെണ്ണ് കണ്ടാൽ കഴിഞ്ഞതൊക്കെ പറഞ്ഞു. അടുത്തത് നിശ്ചയമാവുമല്ലോ, ഞങ്ങളൊക്കെ വിളിക്കോ? പിന്നെ ഉറപ്പായിട്ടും വിളിക്കും, ഹരി ചിരിയോടെ പറഞ്ഞു. 1-2 സംസാരങ്ങളൊക്കെ സംസാരിച്ചു. റോഷ്നിയുടെ ആള് ഇത്ര ലുക്കാകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. അതെന്താ, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാൻ എൻ്റെ അത്ര ലുക്കില്ലേ? തൊട്ടടുത്ത് അവന്റെ ഇടനെഞ്ചിൽ വലത്തെ തോൾ മുട്ടിച്ചുകൊണ്ട് നിൽക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചിരിയോടെ അവൻ ചോദിച്ചു. റോഷ്നി അതിന് ചുണ്ടുകൂട്ടി. അണിഞ്ഞൊരുങ്ങി വന്നു നിന്നാൽ ഈ പറയുന്ന ആളൊന്നും അവൾക്ക് മുന്നിൽ ഒന്നുമല്ലെന്നാണ് അവളുടെ മനസ്സിൽ. റോഷ്നിയും ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ ഇയാളെ വെച്ച് നോക്കുമ്പോൾ കുറവാ. റോഷ്നിയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞതും റോഷ്നി അവളെ ഒരു നോട്ടം നോക്കി. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, രണ്ടാളും ഒരുപോലെ ഭംഗിയുണ്ട്. പക്ഷെ ഫ്രണ്ട്സിന് ഇടയിൽ നമുക്കൊരു വിലയും നിലയും ഉണ്ടാവില്ലല്ലോ. ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് അവർ പറയുന്നത്. അത് നിങ്ങൾക്ക് ഭംഗി നോക്കാൻ അറിയാത്തത് കൊണ്ടാ. എൻ്റെ റോഷ്നിയേക്കാൾ ഭംഗിയുള്ള ആരെയും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. ചിരിയോടെ തന്നെയാണ് ഹരിയുടെ പറച്ചിൽ. ആ വാക്കുകൾ റോഷ്നിയുടെ എല്ലാ കൂട്ടുകാരികളും മൂക്കും കുത്തി വീണു. റോഷ്നിക്ക് മാത്രം വലിയ കുലുക്കമൊന്നുമില്ല. ഇവനിങ്ങനെ പലതും പറയുമെന്ന് ഒരു ഭാവമാണ്. എന്നാൽ ഞങ്ങൾ പോട്ടെ, പിന്നെ ഒരു ദിവസം കാണാം. ആയിക്കോട്ടെ, ഇനി ഒരു ദിവസം കാണുമ്പോൾ ഞങ്ങൾ ചെലവ് വേണം. ഉറപ്പായിട്ടും തന്നിരിക്കും. ഇന്നിപ്പോ എൻ്റെ പ്ലാനിൽ അതില്ലാത്തത് കൊണ്ട് അടുത്തൊരു ദിവസം ചെലവ് തരും. തന്നിരിക്കും. ഹരി അവർക്ക് വാക്ക് കൊടുത്തു. എല്ലാവരും ചിരിയോടെ തല കുലുക്കി. റോഷ്നിയുടെ ചെറുക്കനെ എല്ലാവർക്കും നന്നായി ബോധിച്ചു. സ്വഭാവം കൊണ്ടും സൗന്ദര്യം കൊണ്ടും നല്ലൊരു പയ്യൻ. കയറ്. ഡോർ തുറന്ന് കൊടുത്തുകൊണ്ട് ഹരി പറയുമ്പോൾ റോഷ്നി അവനെ നോക്കാതെ അവളുടെ ഫ്രണ്ട്സിനെ നോക്കി ചിരിച്ചുകൊണ്ട് കയറി. ഹരി അവരോട് ഒരിക്കൽ കൂടെ യാത്ര പറഞ്ഞ ശേഷം ഡ്രൈവിംഗ് സീറ്റിന്റെ ഭാഗത്തേക്ക് നടന്നു. നീ പിണക്കത്തിലാണോ? ഹരി അവരെല്ലാം നീങ്ങിയതും ഒരു കൂട്ടുകാരെ ക്ലാസ്സിനകത്ത് കൂടെ തലയിട്ടുകൊണ്ട് റോഷ്നിയോട് ചോദിച്ചു. റോഷ്നി അതിന് തല കുലുക്കി കാണിച്ചു. പെണ്ണ് കാണൽ കഴിഞ്ഞ ഉടനെയൊന്നും പിണങ്ങാൻ പാടില്ല. കല്യാണം കഴിയുന്നത് വരെ അവരെ അനുസരിക്കണം. വഴക്കൊന്നും കൂടരുത്. അത് കഴിഞ്ഞ് എന്തുമാവാം, അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പൊ അതുപോലെ അല്ലല്ലോ. നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലോ? തൊട്ടപ്പുറം വന്നിരുന്ന ഹരി കിടക്കുന്ന റോഷ്നിയുടെ ചെവിയിൽ ആ കൂട്ടുകാരി പറഞ്ഞതും റോഷ്നി അവളെ കത്തുന്ന ഒരു നോട്ടം നോക്കി. പിന്നെ ക്ലാസ് കയറ്റി. ഹരി എല്ലാരെയും നോക്കി ചിരിച്ചുകൊണ്ട് കാർ മുന്നോട്ട് എടുത്തു. ഉടക്കം തലക്കം റോഷ്നി നോക്കിയപ്പോൾ അവൾ പുറത്തെ കാഴ്ചയിലേക്ക് നോക്കിയിരിക്കുകയാണ്.
എങ്ങോട്ടാ പോവേണ്ടത്? സിനിമയ്ക്കോ അതോ ബീച്ചിൽ പോണോ? ഹരിയുടെ ആ ശബ്ദത്തിൽ ഇത്തിരി പേടിയില്ലേ? ഉണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ധൈര്യം അവനിരുന്ന് ചോർന്നു പോകുന്ന പോലെ. എന്നെ എൻ്റെ വീട്ടിലാക്കിയാൽ മതി, അവന് മുഖം കൊടുക്കാതെ പറഞ്ഞു. ഹരി ഒന്നും മിണ്ടാതെ കാർ മുന്നോട്ട് ഓടിച്ചു. ഇടയ്ക്കൊരു ഒഴിവും തണലും കണ്ടപ്പോൾ കാർ അവൻ റോഡിന്റെ സൈഡിലേക്ക് കയറ്റി ഒതുക്കി നിർത്തി. ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ലച്ചുവിനെ പോലും ഞാൻ ഇന്ന് ഓഫീസിലേക്ക് വരാൻ സമ്മതിച്ചിട്ടില്ല. അത്രയ്ക്ക് തിരക്കായിരുന്നു. അതിൽ കൂടെ നീയും വന്നാൽ ശരിയാവില്ല കുഞ്ഞി. ഹരി അവളുടെ മടിയിലിരിക്കുന്ന ബാഗിൽ ചുരുട്ടി പിടിച്ച കൈ അവന്റെ കൈക്കുള്ളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. റോഷ്നി ഒരൊറ്റ വലി വലിച്ചതും അവന്റെ കൈക്കുള്ളിൽ നിന്ന് അവളുടെ കൈ പോന്നു. ഇപ്പോഴും ഒരു വിധപ്പെട്ടവരൊന്നും പോയിട്ടില്ല. എന്നിട്ടും ഞാൻ നിന്റെ അടുത്തേക്ക് ഓടി വന്നില്ലേ? അത് നിന്റെ പിണക്കം മാറ്റാനല്ലേ? സ്നേഹം കൊണ്ടല്ലേ? ഹരി വളരെ താഴ്ന്നുകൊണ്ട് കെഞ്ചി പറഞ്ഞപ്പോൾ റോഷ്നി അവനിന്ന് നോക്കി. ഹരി രണ്ട് കണ്ണും ചുരുക്കിക്കൊണ്ട് അവളെ നോക്കി തലയാട്ടി. ഇങ്ങനെ താഴ്ന്ന് തരാതര ഹരിക്കുട്ടാ. അവൾക്ക് അവന്റെ ആ ഇരിപ്പും ഭാവവും കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നി. അതവൾ അടുത്ത നിമിഷം ചെയ്യുകയും ചെയ്തു. ഒന്ന് മുന്നോട്ട് വന്ന് അവന്റെ കവിളിൽ അമർത്തി മുത്തി. ഹരിയുടെ ചുണ്ടിലൊരു ചിരി തിരിഞ്ഞു. റോഷ്നി ഇത്രയുള്ളൂ, വേഗം പിണങ്ങും, അതിലും വേഗത്തിലിണങ്ങും. അവളെ വാശി പിടിപ്പിക്കാതെ ഇത്തിരി മയത്തിൽ കാര്യം പറഞ്ഞാൽ ഉറപ്പായും വീഴും. അതിൽ നിന്ന് താന്നു കൊടുക്കാൻ അവനൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി പറ, എങ്ങോട്ട് പോകണം? അവൾ അവനിൽ നിന്ന് അകന്ന് മാറിയപ്പോൾ ഹരി ചോദിച്ചു. എങ്ങോട്ടും പോവണ്ട. ഒന്നാമത് ഞാൻ കോളേജ് കഴിഞ്ഞ് കോലത്തിൽ ആകെ മൊത്തം ഒരു മൂടില്ല. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം പോവാം. ഇപ്പം എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ മതി. റോഷ്നി പറഞ്ഞതും ഹരിയുടെ മുഖം വാടി. ഇനി രാവിലെ ഒത്തിരി പ്രതീക്ഷയിലാകും അവൾ വന്നെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. പിന്നെ അവൾ അതെന്നെ കാണും. ഇനി കോളേജില്ലാത്തൊരു ദിവസം വിളിക്ക്, ഫ്രീ ആണെങ്കിൽ ഞാൻ വരാം. ഹരി പറയുമ്പോൾ റോഷ്നി തല കുലുക്കി സമ്മതിച്ചു കൊടുത്തു. ഇറങ്ങുന്നില്ലേ? വീടിന്റെ മുന്നിലെത്തിയതും വണ്ടി അകത്തേക്ക് കയറതെ അവൻ പുറത്ത് തന്നെ നിർത്തിക്കൊണ്ട് റോഷ്നി ചോദിച്ചു. ഇല്ല, പിന്നെ വരാം, ഒന്ന് ഓഫീസിൽ പോകണം. ഹരി പറയുമ്പോൾ റോഷ്നി പിന്നെ അവനെ നിർബന്ധിക്കാതെ തല കുലുക്കി കാണിച്ചു. എന്തോ അവർക്കിടയിൽ ഇപ്പോഴും ചെറിയൊരു പിണക്കം നിലനിൽക്കുന്നത് പോലെയാണ് രണ്ടുപേരും രണ്ട് വഴിക്ക് തിരിഞ്ഞത്.